രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പരമാത്മാ സാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് സംശയലേശം എന്നെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ഗുരുനാഥന്റെ അനുഗ്രഹത്തോടുകൂടിയിട്ട് കർമ്മരംഗത്ത് ഇറങ്ങുന്നത് അപ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധി ഇവ ഉളവാക്കുന്നതായ തടസ്സങ്ങൾ ക്രമേണ അങ്ങ് മാറും. മാറിയിട്ട് അധ്യാത്മമാർഗത്തിന് സൗകര്യമൊരുക്കും. അതാണ് ദശരഥ മഹാരാജാവ് ഈ കുഞ്ഞുങ്ങളുടെ തത്വം അറിഞ്ഞിട്ട് അവർക്ക് വിശ്വാമിത്രനോടൊപ്പം പോകാൻ അനുവാദം കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലിരിക്കുന്നതായ തത്വം. അതുകൊണ്ട് തന്നെ ഗുരുനാഥൻ എന്ത് ചെയ്യും? ആദ്യം തൻ്റെ ശിഷ്യന്മാർക്ക് ശരീരധർമ്മങ്ങളെല്ലാം ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതായ മന്ത്രശക്തി നൽകും. ബലയും അതിബലയും പഠിപ്പിച്ചു. ഇതുകൊണ്ട് ശരീരധർമ്മങ്ങളെയെല്ലാം ജയിക്കാനാകും, സിദ്ധി വരുത്തി കഴിഞ്ഞാലെന്ന് അദ്ദേഹം ഉപദേശിച്ചു. ശരീരം ഒരിക്കലും അധ്യാത്മമായ സാധനാ പദ്ധതിയിൽ തടസ്സമായി നിൽക്കരുത്. ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗം. അതും ശരീരം തന്നെ പല പ്രകാരത്തിൽ തടസ്സമുണ്ടാക്കും. രോഗം, വാർദ്ധകം, അതേപോലെ തന്നെ ദൗർബല്യം, ഇതൊക്കെ സ്ഥൂല ശരീരത്തിന് വരുന്നതായ തടസ്സങ്ങളാണ്. വിശപ്പ്, ദാഹം, ഇതൊക്കെ സ്ഥൂല ശരീരത്തെ ബാധിക്കുന്ന തടസ്സങ്ങളാണ്. ഇതേപോലെ തന്നെ ആലസ്യം, നിദ്ര തുടങ്ങി അനേകം തടസ്സങ്ങൾ മനസ്സിന്, ബുദ്ധിക്ക് ഒക്കെ വന്നു ചേരുന്നു. ഇതിനെല്ലാം യോഗശാസ്ത്രത്തിൽ അന്തരായങ്ങൾ എന്ന് പറയും, തടസ്സങ്ങൾ. യോഗശാസ്ത്രം പഠിക്കുമ്പോഴേക്കും ഈ അന്തരായങ്ങളെല്ലാം അക്കമിട്ട് കാണിച്ചു തന്നിട്ട് അത് ഉണ്ടാക്കുന്നതായ സാധനാ പദ്ധതിയിലെ തടസ്സങ്ങൾ കാണിച്ചു തന്നിട്ട് അതിനെ ജയിക്കേണ്ടതിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തിയിട്ട് അതിന് ജയിക്കാനുള്ളതായ സാധനാ പദ്ധതിയും പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ നമുക്ക് പറഞ്ഞു തരും. അതിന്റെ വ്യാഖ്യാതാക്കളും കാണിച്ചു തരും. അത് തന്നെയാണ് ഇവിടെ കഥാരൂപത്തിൽ നമ്മൾ കാണുക. അതിനുവേണ്ടി ഇവിടെ ബലയും അതിബലയും പഠിപ്പിച്ചു. അപ്പോഴേക്കും ശരീരധർമ്മങ്ങളെ ജയിച്ചു, സിദ്ധി വരുത്തി. ശരീരധർമ്മങ്ങളെ ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്നതായ സൂക്ഷ്മമണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ തടസ്സങ്ങളെയും ദൂരീകരിക്കാം. വാസനയുടെ മണ്ഡലത്തിലേക്ക് കടന്നു ചെന്ന് ഈ ലോകത്തിലെ എല്ലാവരുടെയും ഉള്ളിൽ വാസനയുടെ മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൽ ശക്തമായിരിക്കുന്ന മാറ്റമില്ലാത്തതായ 9 വാസനകൾ, സ്ഥായി ഭാവങ്ങൾ എന്ന് പറയും, അത് നിലനിൽപ്പുണ്ട്. ഇതിന്റെ മുഴുവൻ അടിസ്ഥാനം രതിയാണ്, കാമമാണ്. കാമത്തെ അല്പമൊന്ന് ശുദ്ധീകരിച്ചതാണത് രതിയിൽ നിന്നിട്ടാണ് ബാക്കി സ്ഥായി ഭാവങ്ങൾ എല്ലാം പൊരുത്തപ്പെട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ബലമായിട്ട് പിടിച്ചു നിൽക്കുക. രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, അതേപോലെ തന്നെ വിസ്മയം, നിർവേദം. ഇതാണ് 9 സ്ഥായി ഭാവങ്ങൾ. നിർവേദം രതിയിൽ നിന്നിട്ട് ഭിന്നമാണ്. ബാക്കിയെല്ലാം രതിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതിന്റെ വളരെ വിശദമായിരിക്കുന്ന മനഃശാസ്ത്രം ഭരതന്റെ നാട്യശാസ്ത്രത്തിലെ 6-7 അധ്യായങ്ങളിൽ വളരെ വിശദമായി നേരിട്ട് തന്നെ കാണാം. അതിന് അഭിനവ് ഗുപ്തൻ എഴുതിയിരിക്കുന്നതായ അഭിനവ് ഭാരതി എന്നുള്ള വ്യാഖ്യാനത്തിൽ കൂടി അത് വിശദമായി പഠിക്കുകയും ചെയ്യാം. ഇപ്പോൾ അതിനെ ചർച്ചാ വിഷയമാക്കുന്നില്ല. ഇതിന്റെ മുഴുവൻ അടിസ്ഥാനം, നമ്മുടെ വാസനകളുടെ എല്ലാം അടിസ്ഥാനം രതിയാണ്, കാമമാണ്. ആ കാമമാണ് താടക. ആ കാട് ഏതെന്നറിയോ? നമ്മുടെ മനസ്സാണ് കാട്. കാടിത് കണ്ടായോ നീ? ഗുരുനാഥൻ രാമനോട് ചോദിക്കുകയാണ്, ലക്ഷ്മണനോട് ചോദിക്കുകയാണ്, ഈ കാട് കണ്ടില്ലേ? സ്ഥൂല ശരീര ധർമ്മങ്ങളെല്ലാം ജയിച്ച് മനസ്സിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ
പല പ്രകാരത്തിലുള്ള ദുഷ്ടജന്തുക്കളെ, കാമക്രോധാദികളായ ദുഷ്ടജന്തുക്കളെ വിഹരിപ്പാൻ വിട്ട് അവയെല്ലാം വളർത്തുന്നതായ വലിയൊരു കാടിനെ നമുക്ക് കാണാൻ കഴിയും. നാട്ടിലെ കാടൊക്കെയും നാട്ടാർ തൻ ഹൃത്തിൽ തങ്ങി കൂട്ടമായി കാമാദിയാം ശ്വാപതം പുലർത്തുന്നു. ഭക്തിദീപിക എന്നുള്ളതായ കാവ്യത്തില് മഹാകവി ഉള്ളൂർ പാടും നമ്മൾ കേൾക്കും. കാടുകളിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്, അതുകൊണ്ടാണ് അതിന് നമ്മൾ കാടെന്ന് പറയുന്നത്. നാട്ടിലെ കാടൊക്കെ എങ്ങോട്ട് പോയി? ഈ നാടൊക്കെ പണ്ട് കാടായിരുന്നു, അതിനെല്ലാം വെട്ടിയടിച്ചല്ലോ. അതെങ്ങോട്ട് പോയി? അതെല്ലാം മനുഷ്യരുടെ ഹൃദയത്തിലായി. നാട്ടാർ തൻ ഹൃത്തിൽ തങ്ങി. നാട്ടുകാരുടെ ഹൃദയത്തിലാണ് ഈ കാടുകളെല്ലാം. അവിടെ കാമാദികളായിരിക്കുന്ന ശ്വാപതത്തെ, ദുഷ്ടമൃഗങ്ങളെ പോറ്റുന്നു, വളർത്തുന്നു. അതിനെ സംഹരിക്കണം, കാമത്തെ സംഹരിക്കണം, അതിനെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണം. ആ കാമമാണ് താടക. അവളെ പേടിച്ച് ആർക്കും അതിലേ പോകാൻ പറ്റൂല, അധ്യാത്മമാർഗത്തിലേക്ക് പോകാൻ പറ്റൂല. നമ്മുടെ മനസ്സിന്റെ ബാഹ്യജഗത്തിലേക്കുള്ളതായ ഓട്ടത്തെ നിയന്ത്രിച്ച് അതിനെ ഉള്ളിലേക്ക് നയിക്കുന്നതാണ് ആധ്യാത്മികമായ തപശ്ചര്യയുടെ മുഖ്യമായിരിക്കുന്ന പ്രവൃത്തിബദ്ധാവ്. അങ്ങനെ വെളിയിലേക്ക് ഭൗതിക വസ്തുക്കളിലേക്ക് ഓടുന്ന മനസ്സിനെ തടഞ്ഞുള്ളിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഉള്ളിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കാട്, ആ കാടിൽ തടകയുണ്ട്, കാമമുണ്ട്. അത് തടയും, അത് പിടിച്ചു നിർത്തും, അത് ബന്ധിക്കും. അതുകൊണ്ട് ഈ അധ്യാത്മമാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ അധികം ആരും ധൈര്യപ്പെടാറില്ല, ഈ താടകയുടെ ദുഷ്പ്രവൃത്തി കാരണം. അതുകൊണ്ട് അല്ലയോ രാമ, ആദ്യം നീ ചെയ്യേണ്ടത് ഈ താടകയെ സംഹരിക്കണം. അവരവരുടെ ഉള്ളിലുള്ളതായ കാമത്തെ, അതിൽ നിന്നുണ്ടാകുന്ന ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ തുടങ്ങിയതായ, വിസ്മയം തുടങ്ങിയതായ ആ സ്ഥായി ഭാവങ്ങളെയും പരിപൂർണമായിട്ടും ഒതുക്കണം, അവയെ സംഹരിക്കണം. അതിന് രതിയെ സംഹരിച്ചാലേ പറ്റൂ. രാമനോട്, സാധകനോട് ഗുരുനാഥൻ നിർദ്ദേശിക്കുകയാണ്. ബലയും അതിബലയും കൊണ്ട് ശാരീരിക ധർമ്മങ്ങളെ ജയിച്ച ആളിന് മാത്രമേ സാധ്യമാവുള്ളൂ. രാമനോട് നിർദ്ദേശിച്ചു. രാമൻ ഉടനെ തന്നെ താടകയെ സംഹരിച്ചു. അങ്ങനെ താടക രാമബാണം ഏറ്റുകഴിഞ്ഞപ്പോഴേക്കും ശാപം തീർന്ന് വിമുക്തയായി, യക്ഷിണിയായി, അങ്ങനെ ഉപരിലോകങ്ങളിലേക്ക് രാമ അനുഗ്രഹത്താൽ യാത്രയാവുകയും ചെയ്തു. നമ്മെ ബന്ധിച്ചിടുന്നതായി കാമമുണ്ടല്ലോ, അത് പ്രകൃതിയുടെ തന്നെ മുഖ്യമായിരിക്കുന്ന ഒരു ശക്തിവിശേഷമാണ്. നമ്മെ ഈ പ്രപഞ്ചത്തിൽ ബന്ധിച്ചിടുന്ന ശക്തിവിശേഷം. അതിനെ ജ്ഞാനം കൊണ്ട്, സാധന കൊണ്ട് പവിത്രീകരിക്കണം. അതാണ് രാമന്റെ ഈ അമ്പെയ്ത്ത്. അതിനെ അമ്പെയ്ത്തായിട്ട് അവതരിപ്പിച്ചതിനും കാരണമുണ്ട്. അതിനി വേറൊരു അവസരത്തിൽ വിശദീകരിക്കും. സമയക്കുറവ് മൂലം ഇപ്പോൾ പറയാതെ വിട്ടുപോവാണ്. അത് ഉപനിഷത്തിലെ ഒരു മന്ത്രമാണ്. അങ്ങനെ ഉള്ളിലെ കാമത്തെ ഓങ്കാരോപാസന കൊണ്ട് പവിത്രീകരിച്ചു. അപ്പോൾ അത് മനുഷ്യന് ബന്ധിക്കുന്നതായ ക്രൂരഭാവം വെടിഞ്ഞിട്ട് ഐശ്വര്യമായ ഭാവം കൈക്കൊണ്ട് യക്ഷിണിയായിട്ട് ഈ പ്രപഞ്ചത്തിലെ ബന്ധക സ്വഭാവത്തിൽ നിന്ന് ഉയർന്ന് ഉപരിലോകങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ താടകയെ മോചിപ്പിച്ചു കഴിഞ്ഞാലോ, താടകയെ സംഹരിച്ചു കഴിഞ്ഞാലോ, ഉള്ളിലെ താടക കാമത്തെ സംഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാഗം ചെയ്യാൻ പറ്റും. അപ്പോഴേ നമ്മുടെ കർമ്മങ്ങളെല്ലാം യജ്ഞമാവുള്ളൂ. സ്വാർത്ഥഭാവനയോടുകൂടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ഏതൊരു ജന്തുവും കർമ്മങ്ങൾ ചെയ്യുക, തനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകും? ഇതാണ് ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഓരോരുത്തരും ചിന്തിക്കുക. അതിന് കാരണം ഈ താടകയാണ്, കാമമാണ്, ആഗ്രഹമാണ്. തനിക്ക് അത് വേണം, ഇത് വേണം എന്നുള്ള അതിര് കടന്നതായ ആഗ്രഹമാണ്. അതിനെ ഒതുക്കിക്കഴിഞ്ഞാലോ സാധകൻ ഒതുക്കേണ്ടത് ആദ്യം അതിനെയാണ്. അപ്പോൾ പിന്നെ സ്വാർത്ഥമോഹങ്ങൾ തീർന്നു. ലോകഹിതാർത്ഥം കർമ്മം ചെയ്യാൻ പറ്റും. സകല കർമ്മങ്ങളും ചെയ്യണം. താൻ ചെയ്യേണ്ടതായിട്ടുള്ള സകല കർമ്മങ്ങളും തന്റേതായ സാഹചര്യമനുസരിച്ചിട്ട് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വീട്ടിലെ കർമ്മങ്ങൾ, നാട്ടിലെ കർമ്മങ്ങൾ, ഈ പ്രപഞ്ചത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ എല്ലാം ചെയ്യണം.
കരുത്തോടു കൂടിയിട്ട് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ കണ്ടിട്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യണം. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണം. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യാൻ കഴിയുന്നത് ഈ താടകയുടെ തടസ്സം നീങ്ങുമ്പോഴാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും കർമ്മം ഏതായാലും, അത് കൃഷിയായാലും കച്ചവടമായാലും വിദ്യാഭ്യാസമായാലും രാജ്യഭരണമായാലും അത് യജ്ഞമായി മാറും. യജ്ഞമാകുന്നത് അപ്പോഴാണ്. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന സർവകർമ്മങ്ങളും യജ്ഞമാണ്. അതാണ് അങ്ങ് യാഗം ചെയ്തുകൊള്ളൂ, ഞങ്ങൾ തടസ്സങ്ങളെല്ലാം ദൂരീകരിക്കാം. പിന്നെ അവശേഷിച്ച തടസ്സങ്ങൾ അതാണ് മാരീച സുബാഹുക്കളന്റെ അക്ഷവീരന്മാരും. അവരെയും സംഹരിച്ചു. യാഗം പൂർണ്ണമായി. അത് ലോകഹിതത്തിനു വേണ്ടി നാം ചെയ്യേണ്ടതായ കർമ്മങ്ങൾ എപ്പോഴാണോ നമുക്ക് ഈശ്വര സമർപ്പിതമായി പ്രപഞ്ച സമർപ്പിതമായി ചെയ്യാൻ കഴിയുന്നത്, അപ്പോൾ ജീവിതം യജ്ഞമായി തീരുന്നു. അതാണ് സാധകന്റെ അധ്യാത്മമാർഗത്തിലെ വലിയൊരു മുന്നേറ്റം. അപ്പോഴിതിഹാസ പുരാണ കഥകളെല്ലാം വ്യക്തമായും മനസ്സിലാകും. അതുവരെ ഇതിഹാസ കഥകളും പുരാണ കഥകളും ഒക്കെ വെറുതെ കുറെ ആളുകളുടെ കഥകൾ. ചിലപ്പോൾ ചിലയിടങ്ങളിലെല്ലാം ചില പക്ഷികളും മൃഗങ്ങളും ഒക്കെ കയറി വരുന്നു, അത്രയേ ഉള്ളൂ. ആ കഥകളെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ സമ്പ്രദായത്തിൽ പല ദുരാരോപങ്ങളും ദുർവ്യാഖ്യാനങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടത്തും. അത്തരം കോലാഹലങ്ങൾ പാശ്ചാത്യരുടെ വരവോടുകൂടിയിട്ട് നമ്മുടെ സാഹിത്യ മണ്ഡലത്തിൽ ധാരാളമായി നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിഹാസ പുരാണങ്ങളെല്ലാം വേദാർത്ഥം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത് എന്ന് മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ തന്റെ കാവ്യലക്ഷ്യം വിശദീകരിക്കുന്ന വ്യാസൻ പറയുന്നുണ്ട്, ഇതിഹാസ പുരാണങ്ങളാൽ വേദാർത്ഥത്തെ വിശദീകരിക്കണം. വേദത്തിന്റെ പരമമായ അർത്ഥം നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെയാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ നിൽക്കുന്ന തലത്തിൽ നിന്നിട്ട് അങ്ങോട്ടുള്ളതായ അധ്യാത്മ യാത്രയിൽ വിവിധ ഘട്ടങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം ഈ വേദങ്ങൾ നമുക്ക് കാണിച്ചു തരും. അതിനെല്ലാം തരണം ചെയ്ത് അപ്പുറത്ത് ആ പരമലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേദം നമ്മെ പഠിപ്പിക്കും. നൈതി 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 എന്നിങ്ങനെ ചെന്ന് നേതി ഇതല്ല എന്റെ പരമലക്ഷ്യം ഇതല്ല എന്ന് വന്നു ചേർന്ന തന്റെ ഈ അധ്യാത്മയാത്രയിൽ വന്നു ചേർന്ന ഓരോരോ ഘട്ടങ്ങളെയും തരണം ചെയ്ത് തിരസ്കരിച്ച് പരമമായ നിർഗുണ നിരാകാരത്തിൽ എത്തിച്ചേരും. അതാണ് ഉപനിഷത്തിന്റെ മാർഗം. ബൃഹദാരണ്യക ഉപനിഷത്തിലെല്ലാം നേതിയുടെ ആ മഹത്വം വളരെ വിശദമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേർക്കറിയാം. അങ്ങനെ നമ്മെ കൊണ്ടുപോകാൻ പാകത്തിന് ഇതെല്ലാം കഥാരൂപത്തിൽ ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നതാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. അതാണ് വേദാർത്ഥത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വേദാർത്ഥങ്ങളുടെ പരമമായ അർത്ഥം പരമാത്മാവിനെയും വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എപ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക? ആ പ്രകാരത്തിൽ. ഇല്ലെങ്കിൽ വെറും നമ്മുടെ ചെറുകഥയും നോവലും പോലെയൊക്കെ ആയിത്തീരും. അങ്ങനെയായിരിക്കും അധികം പേരും അതിനെ മനസ്സിലാക്കുക. പക്ഷേ വേദാർത്ഥം ഉൾക്കൊള്ളാൻ പാകത്തിന് ഇതിനെ കാണാൻ, സമീപിക്കാൻ, വ്യാഖ്യാനിക്കാൻ, മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? നമ്മുടെ സകല കർമ്മങ്ങളും യജ്ഞമായി തീരുമ്പോൾ. സാധകൻ അത്രയും പുരോഗമിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുന്നു ഈ കഥകളെല്ലാം. അങ്ങനെ വേദാർത്ഥം ഈ സാധകന്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്നു. വേദാർത്ഥം തെളിഞ്ഞു കഴിഞ്ഞാലാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക. അങ്ങോട്ട് അടുക്കുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ള ശക്തിവിശേഷങ്ങളും ചൈതന്യവും ഒക്കെ ആ വ്യക്തികളിൽ, ആ സാധകനിൽ പ്രകാശിക്കും. അതെല്ലാം നമുക്ക് ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ ജീവിതത്തിൽ നേരിട്ട് കാണാം സാധകന്മാരെന്നുള്ള നിലയിൽ.